നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. പുതുപുത്തൻ കാഴ്ചകൾ, ഉന്മേഷം നൽകുന്ന വിഭവങ്ങൾ. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. അനുഭവങ്ങൾ കഥകളാകുമ്പോൾ കഥകൾ പാഠങ്ങളാവുന്നു. ആ കഥകളുമായി ഇതാ നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. നമ്മൾ പറഞ്ഞു വന്നത് ആഹാരം നമ്മുടെ ജീവൻ നിലനിർത്തുന്ന പദാർത്ഥമാണ്. അത് മറ്റുള്ളവർക്ക് നൽകുന്നത് പുണ്യകർമ്മമാണ്. അതല്ല ജംബു ആശാനെ, പലരും അന്നദാനം പോലുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നത്. എനിക്ക് എന്ത് ഭക്ഷണം കിട്ടിയാലും ഞാൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കും. അങ്ങനെ വേണം മക്കളെ. ഇന്നത്തെ തലമുറ പങ്കുവെക്കാൻ മറന്നിരിക്കുന്നു. അത് ശരിയാ ജംബു ആശാനെ, എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. നേരാ. മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും തിരിച്ചറിയാൻ കഴിയാത്തവരായി പുതിയ തലമുറ മാറിയിരിക്കുന്നു. സ്വാർത്ഥത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മടി എല്ലാം കൂടിക്കൂടി വരികയാ. മറ്റുള്ളവന്റെ വിശപ്പ് മനസ്സിലാക്കി ഭക്ഷണം പങ്കിട്ട് കഴിച്ച് നല്ല മനസ്സോടെ ജീവിച്ചിരുന്ന കാലം, ഓ എന്തൊരു രസമായിരുന്നു. ആനന്ദം നൽകുന്ന കാലം. അത് ശരിയാ ജംബു ആശാൻ, ഇന്നിങ്ങനെയൊക്കെ കഥകളിൽ മാത്രമേ കേൾക്കൂ. കഥയെന്ന് പറഞ്ഞു കേട്ടപ്പോഴാ ഓർത്തത്, ആശാന്റെ കഥ കേട്ടിട്ട് ഒത്തിരി കാലായി. ആശാനെ ഒരു കഥ പറയൂ ആശാനെ. കഥയോ? ഇപ്പോഴോ? പ്ലീസ് ആശാനെ, ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരൂ. അതൊക്കെ പിന്നീടാകാം മക്കളെ. ആശാനെ പ്ലീസ്, ആശാനെ പ്ലീസ്, ഒരു കഥ. ഓക്കെ ഓക്കെ, എങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു തരാം. നല്ല കഥ. കഥ പറയാൻ പോവാ. ഞാൻ പറയുന്നത് ഒരു കഥയല്ല, സംഭവമാ. സംഭവം കേൾക്കട്ടെ, പറയാശാനെ. എന്റെ കൂട്ടുകാർക്കും എനിക്കും ഉണ്ടായ ഒരു അനുഭവം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കൂട്ടുകാരും കൂടി പഠനത്തിന് വേണ്ടി തിരുവനക്കൽ കാട്ടിൽ താമസിക്കുന്ന കാലം. വീട്ടിൽ സ്ഥിരം ഭക്ഷണം കഴിച്ച് മടുത്ത് ഞങ്ങളന്ന് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാൻ തീരുമാനിച്ചു. അതിനൊരു കാരണവും ഉണ്ടായി. അങ്ങനെയാണോ കളി? ഏഴിമലക്കാട്ടിൽ പുതിയതായി ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0661432785. അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വിട്ടു. ശരിയാവത്തില്ല. കണ്ട ഞാൻ വരച്ച കാർട്ടൂൺ പത്രത്തിൽ വന്നിരിക്കുന്നു. ഡെയിലി ന്യൂസ് പേപ്പറിൽ കാർട്ടൂൺ വരാന്ന് പറഞ്ഞ ചില്ലറ കാര്യത്തില്ല. എന്തായാലും
നമുക്ക് ഇന്നത്തെ ലഞ്ച് ഗംഭീരാക്കാം. ഉച്ചക്കത്തെ സ്ഥിരം ചോറിനും പയറിനും വീടാം. മറ്റ് ഹൗസിലെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ. എന്നീ ചോറും ചാറും ഉണ്ടാക്കി മടുത്തുന്ന്. നമുക്ക് ഹോട്ടലിൽ പോയി കഴിച്ചാലോ? അയ്യോ അതേതായാലും വേണ്ട, നമുക്ക് ഇങ്ങോട്ട് വാങ്ങുന്നതാ നല്ലത്. എന്ന് ബിരിയാണി തിന്ന് ഞാൻ ആക്രാന്ത കടല് ഗംഭീരം. എനിക്ക് 2 എണ്ണം വേണം. ബിരിയാണി തിന്നാൻ വല്ലാത്ത വിശപ്പ്. ബിരിയാണി തിന്നാൻ വിശപ്പോ? അല്ല, അങ്ങനെ പറഞ്ഞതല്ല. ഒരു കാര്യം ചെയ്യും, ഗംഭീറും പീലിയും ബിരിയാണി വാങ്ങി വാ. ഓക്കേ, വായോ പീലി. ബിരിയാണി ചിക്കൻ മട്ടൻ ബിരിയാണി. എന്നിട്ട് ബിരിയാണി വാങ്ങി ആശാനെ. വാങ്ങിയോന്നോ? കപില് പറഞ്ഞതുപോലെ കപിലിന് 2 ബിരിയാണി, ബാക്കി ഓരോരുത്തർക്കും ഓരോ ബിരിയാണി. അപ്പം നല്ല കുശാലായ ഒരു ശാപ്പാട് നടന്നു കാണുമല്ലേ? ആശാനൊന്ന് അതെ, പറഞ്ഞു. ആശാനൊന്ന് പറയാൻ സമ്മതിക്കും. അങ്ങനെ ബിരിയാണിയുമായി അവർ വന്നു. ഞങ്ങൾ ഓരോരുത്തരായി കുളിച്ച് റെഡിയായി ബിരിയാണി തിന്നാനായിട്ട്. അപ്പോ അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇനി കൊതിയനായ കപില് മൊത്തം ബിരിയാണിയും ഇവര് കുളിക്കാൻ പോയ തക്കത്തിന് തിന്നു കാണുമെന്നേ. ഓ, ഇത്രയും ബിരിയാണിയോ? അതൊന്നുമല്ല സംഭവിച്ചത്. അല്ലേ? സംഭവിച്ചത് മറ്റൊന്നാ. അതെന്താ? എന്തൊരു മണം! ഓ, കൊതിയായിട്ട് വയ്യ. ഇവരാരെയും കാണുന്നില്ലല്ലോ. ഓ, ഓ. കാറ്റ് താരാട്ട് കിളിമരച്ചോട്ടിൽ. ഓ, എത്തിയോ? എന്താണ്? മറ്റുള്ളവരൊക്കെ എവിടെ? ആർക്കറിയാം, ഞാൻ കഴിക്കാൻ പോവുക. എന്താ കപിൽ, ഇത് നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കേണ്ടത്? എനിക്ക് വിശന്നിട്ട് വയ്യെന്നേ. വിശപ്പ് എല്ലാവർക്കുമുണ്ട്. കപിൽ ഒന്ന് സമാധാനപ്പെടും, അവരും കൂടി വന്നോട്ടെ. ദേ അവര് വന്നൂലോ. എന്താ എല്ലാരും റെഡിയാ? കഴിച്ചാലോ? നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണ്ടേ? ഒരു കുളി? എത്ര നേരമായി കുളിക്കാൻ പോയിട്ട്? ഈ കപില് ഒറ്റയ്ക്ക് കഴിക്കാൻ നോക്കിയതാ. കപിലിന്റെ ഒരു കാര്യം. ഒരു കാര്യവുമില്ല. വിശന്നാ പിന്നെ ഒരു രക്ഷയുമില്ല. ഇനി നോക്കി നിന്നാ ശരിയാവുന്നില്ല. അതേ, ഞാൻ കഴിക്കാൻ പോവാ. എന്തൊരു വേണം, എന്തൊരു വേണം. ഒതുക്കാൻ പറ്റുന്നില്ല. കവർ പൊട്ടിപ്പോകും. ഉണ്ടായോ? പിന്നെ ഒരു വള്ളംകളി നടത്താനുള്ള വെള്ളമാ എന്റെ വായില്. ഒരു ഓട്ടോയാണല്ലോ അത് പിടിക്കുന്ന നീ. ഇതാരാ? ദേ, ഓട്ടോയിൽ ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആശാനെ, ആരായിരുന്നു വന്നത്? ഓ ഓ, ഹോട്ടലുടമ ആയിരിക്കും. ഹോട്ടലുടമയോ? എന്തിനേ? ചിലപ്പോ ബിരിയാണി വാങ്ങാൻ പോയവർ കാശ് കൊടുക്കാതെ ബൊയ്യിക്കാടും. അവരൊന്നുമല്ല, ഇത് പുതിയ കഥാപാത്രങ്ങളാ. പുതിയ കഥാപാത്രങ്ങളോ? അതേന്ന്, പുതിയ കഥാപാത്രങ്ങൾ. ഈശ്വരാ, ചതിച്ചോ? ആരോ വന്നിട്ടുണ്ട് എന്റെ ബിരിയാണി. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെ ആക്രാന്ത കാട്ടില്ലേ? ഇത് ഞാൻ ഒളിപ്പിക്കാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. കപിൽ ഒന്ന് അടങ്ങിയിരി. പീലി അത് കൃത്യമായി കൈകാര്യം ചെയ്യും. ചെല്ല് പീലി, കൊണ്ടു ചെല്ല്, ഒളിപ്പിക്കൂ. അതിന് നീ കഴിക്കല്ലേ. ആരാണോ ഈ നേരത്ത് വരുന്നത്? മടുത്തു പോയല്ലേ? ആരാ മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ കപിലിന്റെ കൂട്ടുകാരാ. കൂട്ടുകാരോ? ആരുടെ? എപ്പോ? എങ്ങനെ? എന്ത് കപിലോ? എന്താ കപിലേ, ഞങ്ങള് മനസ്സിലായില്ലേ? നിങ്ങളാരാ? ഞാനാരാ? നിങ്ങൾ എപ്പോഴാ ഞാൻ വന്നത്? ഇവരെ മനസ്സിലായില്ലേ? കപിലേ, ഇത് ഞാനാ പപ്പീസ്. ഇത് മോട്ടു. എന്ത് പറ്റി കപിലേ? എപ്പോ വന്നു? ഇരിക്കി. എന്താ എന്താ ഇവിടെ? ഞങ്ങൾ ഒരു ടൂർ വന്നതാ. അപ്പൊ കപിലിനെ കണ്ട് പോകാമെന്ന് കരുതി. അതെ.
എന്തായാലും യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. ഓ അത് പിന്നെ പറയാനുണ്ടോ? എ ലോങ് ജേർണി, ഐ ആം വെരി ടയർഡ്. തൽക്കാലം നിങ്ങൾ വിശ്രമിക്ക്, ബാക്കി പിന്നെ. ഓ താങ്ക് യു. ആ കപിൽ, ഇവർക്ക് ആ മുറി ഒന്ന് കാണിച്ചു കൊടുക്കൂ. അത് പിന്നെ ഓക്കേ. വാ. ഹോ, എന്തായാലും കപിൽ ഇവിടെ ഉണ്ടായത് നന്നായി. താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയല്ലോ. ദേ, ഇവന്മാര് പോയിട്ട് നമ്മുടെ ബിരിയാണി പുറത്തേക്ക് എടുത്താൽ മതിട്ടാ. ഓക്കേ, അത് പിന്നെ പറയാനുണ്ടോ? അങ്ങനെ പപ്പീസും മോട്ടുവും വിശ്രമിക്കുന്നതിന് വേണ്ടി മുറിയിൽ കയറി. അപ്പൊ ആ സമയം കൊണ്ട് നിങ്ങൾ ഫുഡ് അടിച്ച് കാണല്ലേ? അതെങ്ങനെയാ? അവരകത്തിരിക്കുമ്പോഴോ? അതിനെന്താ, അവര് വിശ്രമിക്കുകയല്ലേ? ഇനിയാണ് രസം, കഥയുടെ വഴിത്തിരിവ്. വഴിത്തിരിവ്. ഹോ, എന്തൊരു ക്ഷീണ. അതെ, ഒന്ന് കുളിക്കണം, പിന്നെ ഉറങ്ങണം, അത്ര തന്നെ. അപ്പോ ഭക്ഷണോ? കഴിക്കണമെന്ന്. ഇതെന്ത് പറ്റി? എന്താ 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 പപ്പീസേ? ഒരു ബിരിയാണിയുടെ മണം. ബിരിയാണിയോ? ആ അതേന്ന്. ഇവിടെ ദേ ഒരു പൊതി. അടിപൊളി. എന്താ മണം? ഇങ്ങോട്ട് വാ. കൊതിയാ. ഇപ്പട്ട വാ. ഇങ്ങോട്ട് വാ. അങ്ങനെ വേഗം എടുക്ക്. ഹോ, നല്ല മണം. ഞാനും കൂടെ മണക്കട്ടെ. ഹായ്. ഹായ്. ഇങ്ങോട്ട് താ, ഇങ്ങോട്ടാ. ഹായ്. ദാ ബിരിയാണി ബിരിയാണി. അതേന്ന്. ബിരിയാണി തന്നെയാ. ഇതെങ്ങനെ ഇവിടെ വന്നു? അവന്മാര് നമ്മളെ പറ്റിച്ചതാ. ആര്? ആ കപിലും കൂട്ടുകാരും. എങ്ങനെ? അവര് നമ്മൾ വരുന്നത് കണ്ട് കഴിക്കാൻ വാങ്ങിയ ബിരിയാണി മാറ്റിവെച്ചതാ. അത് ശരിയായിരിക്കും. ഒരു ഇതിലുള്ള പണി നമുക്ക് കൊടുക്കാം. നമ്മളോടാ കളി. എന്തായാലും ഹോസിലൊരു ബിരിയാണി കഴിച്ചിട്ട് കാലം കുറയായി. വിശന്നിട്ട് വയ്യ. ഹോ, എന്തൊരു കഷ്ടമായത്. പത്രത്തില് കാർട്ടൂൺ വരാൻ കണ്ട നേരം. അതന്നെ. എന്താ എല്ലാവർക്കും ഒരു ക്ഷീണം? അയ്യോ, ദേ ഇവര് ബാഗുമായി. നിങ്ങൾ പോവാണോ? ഞങ്ങൾക്ക് അധികം സമയമൊന്നുമില്ലെന്നേ. പിന്നെ ഞങ്ങൾ വന്നപ്പോ കുറച്ച് ഭക്ഷണം വാങ്ങിയിരുന്നു. ഭക്ഷണമോ? അതെ, കുറച്ച് ബിരിയാണി. അതെ ഇതാ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ബിരിയാണി, നിങ്ങൾ കഴിക്കും. ഇത് നമ്മുടെ പതി പോലെ ഉണ്ടല്ലോ. അവര് നമ്മള് വാങ്ങിയ കടയിൽ നിന്നായിരിക്കും വാങ്ങിയത്. ഓ, ഞാൻ ഇന്ന് ബിരിയാണി തിന്ന് മൊട്ടുക്കും. പിന്നെ നിങ്ങൾ കഴിക്കുന്നത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അതെ അതെ, എടുക്ക് എടുക്ക്, കഴിക്ക്. അതെ അതെ, അത് കണ്ടിട്ട് വേണമെന്ന് ഞങ്ങൾക്ക് കഴിക്ക്, വേഗം കഴിക്കും. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിക്കൊണ്ടുവന്നത്. കേട്ട് കേട്ട് അയ്യോടാ, എന്തൊരു ആക്രാന്തം. എന്തൊരു സ്പീഡാ. വേഗം കഴിച്ചോ. കൊള്ളാം. അവിടുത്തെ ബിരിയാണി ഭയങ്കര ബിരിയാണി ടേസ്റ്റാ. കണ്ടിട്ടില്ലാത്തതുപോലെ. മാറ്റി വെക്കണ്ടേ? നല്ല ബിരിയാണിയാണെന്ന് കഴിക്ക്, കഴിക്ക്. തോന്നുന്നു. നല്ല മണം കിട്ടാ. ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പൊ സന്തോഷായില്ലേ കപിലേ? ഞങ്ങള് പോവാ. നാളെ പോയാ പോരെ? അയ്യോ പോരാ പോരാ, ഞങ്ങൾ നിന്നെ കണ്ട് പോകാമെന്ന് കരുതി കണ്ടു. അതെ, വളരെ സന്തോഷം ഇല്ലയോ? എങ്കിൽ ശരി, ഇനി നേരം കളയുന്നില്ല കേട്ടോ. അതെ, ബൈ. ശരി, ശരി. പെട്ടെന്ന് കഴിച്ചോട്ടോ. അതെ അതെ, ഫയർ ഞങ്ങള് നടത്തി പോവാണേ. മറ്റുള്ളവന്റെ ബിരിയാണി തിന്നുമ്പോഴുള്ള ഒരു സുഖേ. അതെ 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 അതെ. ഇനി ഒരു ബിരിയാണി കൂടി തിന്നാൻ സ്ഥലം വേറെ നോക്കട്ടാ. അതൊക്കെ പോട്ടെ, ഭക്ഷണം ഒളിപ്പിക്കാൻ പോയ പീരി എവിടെ പോയി? ഓ പീലി പീലി
ഫുഡ് എവിടെയോ ഒളിപ്പിച്ചു വെക്കാൻ പോയിട്ടുണ്ടെന്നേ. നമുക്ക് എന്തായാലും ഈ food കഴിക്കണ്ടേ? കഴിക്കാം കഴിക്കാം. ഓ, എന്തോ ഒരു smell ആയിരുന്നു. കലക്കി. ഉഷാറായി. അസല് ബിരിയാണി. എന്നാലും നമ്മുടെ ഒരു ഭാഗ്യേ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഒരു ബിരിയാണി നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചോ? അപ്പൊ ഞാൻ വെള്ളം എടുക്കാൻ പോയ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അയ്യോ, അത് ഞങ്ങൾക്ക് ഓസിന് കിട്ടിയതാ. ഓസിന് കിട്ടിയതാ? അതേന്ന് ആ മോട്ടും പപ്പീസും വാങ്ങിയ ബിരിയാണി അത്. അപ്പൊ നമ്മുടെ ബിരിയാണി എവിടെ? അത് പീലിയുടെ കയ്യിലല്ലേ? എന്റെ കയ്യിലോ? ഞാനത് മേശക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഈശ്വരാ. അപ്പോ നമ്മള് കഴിച്ചത് നമ്മുടെ ബിരിയാണി തന്നെയാണല്ലേ? ചതിവായി പോയിട്ടത്. ഓ, ചതിയന്മാര് അവരല്ല, നമ്മളാ. നമ്മുടെ വീട്ടിൽ വന്നവരെ നമ്മൾ ചതിച്ചു. അതായി പറ്റിയത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കിട്ടിയെന്ന് സമാധാനിക്കാം. എന്റെ സ്ഥിതി ഒന്ന് ഓർത്താക്കി. ഇതാ പറഞ്ഞത് അത്യാഗ്രഹം ആപത്താണെന്ന്. സംഭവം അത്യാഗ്രഹം വരുത്തി വെച്ച വീണ. എങ്ങനെയുണ്ട് കഥ? ആശാര് വല്ലാത്തൊരു അനുഭവമായി അല്ലേ? ജീവിതത്തിൽ ഈ സംഭവം എന്നെ മാറ്റിമറിച്ചു. പിന്നീട് മറ്റുള്ളവരുടെ വിശപ്പും ദാഹവും ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ വിശപ്പ് മാറ്റിവെച്ച് മറ്റുള്ളവരുടെ വിശപ്പ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ആശാനെ, എല്ലാ ദിവസവും ഒരു നേരത്തെ ഫുഡ് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്ക് സമൃദ്ധിയായിട്ടുണ്ടെങ്കിൽ അത് ദാനം ചെയ്യാൻ മടിക്കരുത്. കാരണം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുന്നത് നമ്മിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോഴാണ്. അനുഭവ പാഠങ്ങളുടെ കഥാകാലത്തിന് ശേഷം ഇനി കരകൗശലങ്ങളുടെ ലോകത്തിലേക്ക്. മാണിക്കച്ചിപ്പ്. മാണിക്കച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം കൊല്ലരുത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. ആ ആക്ടിവിറ്റിക്ക് നമുക്ക് ആവശ്യം A4 വലുപ്പത്തിലുള്ള ഒരു കടലാസാണ്. ഇവിടെ A4 വലുപ്പത്തിലുള്ള ഒരു കടലാസാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പറിനെ നമുക്ക് 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കണം. നീളത്തിലാണ് മുറിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇടതുവശത്തുള്ള വാക്കിനെ വലതുവശത്തുള്ള വാക്കിനോട് ചേർത്ത് മടക്കി ഒരു പാടുണ്ടാക്കി മുറിച്ചാൽ മതി. ഇങ്ങനെ. ഇങ്ങനെ നമ്മൾ നടുവെ മടക്കി അതിനുശേഷം കത്തിയെടുത്ത് കഴിഞ്ഞിട്ട് മുറിക്കുക. മുറിക്കുമ്പം മുതിർന്നവരുടെ സഹായം തേടേണ്ടത് നല്ലതാണ്. അല്ലെങ്കിൽ കയ്യിലൊക്കെ കൊണ്ട് മുറിയാൻ സാധ്യതയില്ല. അപ്പം നമുക്ക് തുല്യ വലിപ്പത്തിലുള്ള 2 കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിനാദ്യമേ ഒരു കഷ്ണം എടുക്കുക. ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഹാഫായിട്ട് മടക്കുക. അതായത് ഇടതും വലതും വക്കുകൾ തമ്മിലിങ്ങനെ ചേർത്ത് മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം മടക്ക് നിവർത്തുക. നമുക്ക് നടുക്കൂടെ ഒരു മടക്ക് പാടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇടതും വലതും വാക്കുകളെ നടുക്ക് കിട്ടിയ മടക്ക് പാടിലേക്ക് നമ്മൾ മടക്കുക. കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതും വലതുമുള്ള വാക്കുകളെ നടുക്കുള്ള മടക്ക് പാടിലേക്ക് മടക്കി ഇങ്ങനെ. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഇടതും വലതുമായിട്ടുള്ള വാക്കുകളുണ്ട്. ആ വാക്കുകളെയും കൂടെ തമ്മിലൊന്നും കൂടെ ചേർത്ത് ഇങ്ങനെ മടക്കുക. അപ്പം നടുക്കൊരു മടക്കുപാട് ഓൾറെഡി ഉണ്ട്. അപ്പം ആ മടക്കുപാടിലൂടെ ആയിരിക്കും കടന്നു പോകാം.
നമുക്ക് ഇത്രയും കിട്ടി. അപ്പം ഈ ഒരു പേപ്പറിനെ നമ്മൾ ഇനി ചെയ്യേണ്ടത് വീണ്ടും ഒരുക്കി കൂടെ ഇതിൻ്റെ മുകളിൽ താഴെയും കൂടെ അങ്ങനെ മടക്കി ഇതിൻ്റെ നേരെ പകുതിയാണ്. ഇത് നമ്മൾ ഒരു ഭാഗം നമ്മുടെ പൂർത്തിയായിരിക്കുന്നു. ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കുക. രണ്ടാമത്തെ കഷ്ണമുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ കഷ്ണം എടുക്കുക. ഇതിങ്ങനെ ചുരുട്ടുക. ഒരു കുഴൽ പോലെ നമ്മൾ ചുരുട്ടുക. അപ്പം ഞാൻ തൽക്കാലം സൗകര്യത്തിന് വേണ്ടി അല്പം പശ ഉപയോഗിക്കുന്നുണ്ട്. പശ ഉപയോഗിക്കില്ലെന്ന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഉള്ള സൗകര്യം, നിങ്ങളെ കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ പശ ഉപയോഗിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ റോൾ ഇങ്ങനെ അൺറോൾ ആയി പോകും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പശ ഉപയോഗിക്കുന്നത്. പ്രായോഗികമായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പശ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഇപ്പം റോളായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മളിൽ ഇപ്പോൾ രണ്ട് ഇതുണ്ട്. ഇപ്പം ഇങ്ങനെ പരന്ന രീതിയിലുള്ളൊരു പേപ്പറും പിന്നെ റോളാക്കിയിരിക്കുന്നൊരു പേപ്പർ. അപ്പോൾ ഈ റോളാക്കിയിരിക്കുന്ന പേപ്പർ നമ്മൾ നേരെ പകുതിയാക്കി മടക്കേണ്ടതുണ്ട്. അതായത് ഡി അറ്റോ വി അറ്റോ കൂടെ ഇങ്ങനെ ചേർത്ത് മടക്കണം. ഇപ്പോൾ രണ്ടറ്റോ ഏകദേശം ഒരുപോലുള്ള പോലെ അങ്ങനെ മടക്കും. ഇപ്പോൾ ഏകദേശം രണ്ടറ്റോ ഒരുപോലെയാണ്. ഇങ്ങനെ കിട്ടി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഭാഗം, അതായത് ഇങ്ങനെ റോളായിട്ടുള്ള ഭാഗം ഇങ്ങനെ നമ്മൾ ഒരു കയ്യിൽ പിടിക്കുക, മറ്റേ ഭാഗം മറ്റേ കയ്യിൽ പിടിക്കുക. അപ്പോൾ അതൊരു വി പോലെ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ റോളായിട്ടുള്ള ഭാഗം അത് കുറച്ച്, അതായത് ഇതിൻ്റെ ഇങ്ങനെ അറ്റത്തല്ല, അതെന്ന് വെച്ചാൽ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് നമ്മൾ ഈ വിക്ക് അകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കണം. അപ്പോൾ ഈ വിക്ക് അകത്തോട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുക. ഇനി ചെയ്യേണ്ടത്, അപ്പം നമ്മളിവിടെ വിക്ക് രണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഈ രണ്ട് റോളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. കൈ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് അപ്പം ഈ വീട് ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിലേക്ക് തള്ളിക്കയറ്റും. അതുപോലെ മറ്റേ പോർഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ടും തള്ളിക്കയറ്റും. അതിനുശേഷം നമ്മൾ താഴോട്ട് ഇങ്ങനെ വലിക്കും. താഴോട്ട് വലിക്കാവുന്ന അത്രയും നമ്മൾ താഴോട്ട് ഇങ്ങനെ വലിക്കുക. അപ്പം അങ്ങനെ വലിച്ച് പൂർത്തിയാകുമ്പോഴത്തേക്കും രണ്ടും ഒരുപോലെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലൊരു പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ഗൺ റെഡിയായി. കണ്ടാ, ഇതാ ഇത് ഇങ്ങനെ കയറ്റുന്നത് ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം, സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ. നമ്മൾ ഇതിങ്ങനെ റോളായിട്ടിരിക്കുന്ന പേപ്പർ ഇത് വി പോലെ ഇങ്ങനെ വെക്കുന്നു. അപ്പം ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ വിക്കകത്തേക്ക് റോളായിട്ടുള്ള പേപ്പർ കയറ്റി വെക്കുന്നു. എന്നിട്ട് വിയുടെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്കൂടെ ഈ റോളായിട്ടുള്ള പേപ്പറിൻ്റെ രണ്ട് കഷ്ണമുള്ളതിൽ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിലേക്ക് ഇങ്ങനെ കയറ്റുന്നു, താഴോട്ട് കയറ്റുന്നു. മറ്റത് എടുത്തു കഴിഞ്ഞിട്ട് സമാനമായിട്ട് ഇപ്പുറത്തെ വശത്തൂടെ കയറ്റുന്നു. അപ്പം ഈ രണ്ട് ഭാഗങ്ങളും കയറി പോകുന്നത് ഈ റോളിന് ഇടയ്ക്കൂടെയാണ്. അതിനുശേഷം നമ്മൾ താഴോട്ട് ഇങ്ങനെ വലിച്ച് ഈ കെട്ടിങ്ങനെ മുറുക്കിയാൽ മതി. ഇത് ഫുള്ളായിട്ട് ലോക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ തോക്ക് റെഡിയായി. കൊല്ലരുത്. അപ്പം എന്തിനു വേണ്ടിയാണ് നമ്മൾ തോക്ക് സാറിന് ഉപയോഗിക്കുന്നത്? കൊല്ലാൻ അല്ലേ? നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, നിങ്ങൾ കൂടുതൽ ആളുകളും കുട്ടികളാണ്, അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ തന്നെ നമ്മൾ ആരെയും കൊല്ലാറില്ലല്ലോ, അല്ലേ? ശരിയാ, നമുക്ക് പരിചയത്തിലുള്ള ആൾക്കാരും അങ്ങനെ മറ്റുള്ളവരെ കൊല്ലുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ ഇപ്പം എന്താ, നമ്മൾ ഏത് കൽപ്പനകൾ നോക്കുമ്പോഴും അവയെല്ലാം നമ്മൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥത്തിൽ മാത്രം എടുത്തിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ വാക്കിനപ്പുറത്തേക്കുള്ള ഒരർത്ഥമുണ്ട് എന്തിന്. അപ്പം ഏത് കാര്യമാണെങ്കിലും കേവലം വാക്കിൻ്റെ അർത്ഥത്തിനപ്പുറമായിട്ട് ഉള്ള ഒരു അർത്ഥത്തിലേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനം നമുക്ക് ലഭിക്കത്തുള്ളൂ. വാക്കിൽ മാത്രം നമ്മൾ ഒതുങ്ങി നിന്നാൽ പറ്റുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഞാൻ അത് കൊന്നില്ലല്ലോ, അപ്പം മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞിട്ട് മൃഗങ്ങളെയല്ലേ മനുഷ്യരെയല്ലോ ഞാൻ കൊന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കൊലപാതകത്തെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടത്. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയൊരു കഥ പറയും. അപ്പം നിങ്ങൾക്ക്
ഏതൊക്കെ രീതിയിലാണ് കൊല്ലുന്നതെന്ന് മനസ്സിലാവും. ഇതൊരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ കഥയാണ്. അപ്പം അദ്ദേഹം ഒരു വലിയ കുറേ കുട്ടികളെയുമായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു സ്റ്റഡ് ഫാം, അതായത് ഒത്തിരി ഹോഴ്സുകളുള്ള ഒരു സ്ഥലം, അതപ്പോൾ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ടൗണിലെ ഏറ്റവും വലിയ ഹോഴ്സിൻ്റെ സ്റ്റഡുള്ള ഒരു ഉള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഫേമസ് ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഇങ്ങനെ പ്രൈമറി സ്കൂളിലെ കുട്ടികളെയായിട്ട് അദ്ദേഹം ചെല്ലുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെന്നു. അപ്പം മറ്റേ അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന അതിൻ്റെ ഓണർ ഇവരെല്ലാവരും ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാം ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടിപ്പം അതിൻ്റെ ഓണർ ഇപ്പം അവിടെ വന്ന ആ സാറിനോട് ചെന്ന് ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞിട്ട് ഒരു പിടിയില്ല. സാർ പറഞ്ഞു, ഞാൻ ഇന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി, അതായത് ഇന്നിപ്പോഴത്തെ സ്റ്റഡ് ഫാം ഓണർ ആ പ്രൈമറി സ്കൂളിൽ പഠിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം സാറ് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് ഭാവിയിൽ എന്താണ് വേണ്ടതെന്നുള്ളതിൻ്റെ അതേപ്പറ്റി ഒരു അസൈൻമെൻറ്റ് എഴുതാൻ പറഞ്ഞു, ഒരു എസ്സേ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും പലതിനെ പറ്റിയൊക്കെ എഴുതി. അപ്പം ഈ ഒരു കുട്ടി വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം പോലും കഴിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റഡ് ഫാം അല്ലെങ്കിൽ ഹോഴ്സിനെ ധാരാളം കുതിരകളുള്ള ഒരു ലായത്തിൻ്റെ ഉടമയാവുക എന്നുള്ളത്. പക്ഷെ അത് വളരെ പണച്ചെലവുള്ള കാര്യമാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ്റെ ആഗ്രഹം അത്ര തീവ്രമായിരുന്നു. അപ്പോൾ അവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പേജ് എഴുതിയാൽ മതിയുള്ള സാധനത്തിന് അവന് കുറേ പേജുകൾ എഴുതി വിശദമായിട്ട് അവൻ്റെ പ്ലാനുകളൊക്കെ. അപ്പോൾ ഓരോ ആലയത്തിനകത്ത് എവിടെ വെള്ളം കൊടുക്കണം, എങ്ങനെ കെട്ടിടം വേണം, എവിടെയൊക്കെ കുതിരകളെ കെട്ടിടം, ഇങ്ങനെ വിശദമായിട്ട് പ്ലാനൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് അവൻ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ടീച്ചർക്ക് കൊടുക്കും, ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും മാർക്ക് കൊടുത്ത് ഇവന് മാത്രം 0 മാർക്ക് ഇട്ട് കൊടുത്തു. അപ്പം വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പം ഇവൻ ചെന്ന് ചോദിച്ചു, അതെന്താണ് എൻ്റെ അതിന് 0 മാർക്ക് ഇട്ട് കൊടുത്തത്? അപ്പം ആ അധ്യാപകൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാത്ത ആഗ്രഹമാണ്, നിന്റെ സ്വപ്നം ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ്. നിന്നെ പോലെ ഒരുത്തൻ, നിന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരുത്തൻ, ഇത്രയും പാവപ്പെട്ട ഒരുത്തൻ ഒരിക്കലും ഒരു ഹോഴ്സിൻ്റെ ഉടമയാകാൻ പറ്റില്ല. അനേകം കുതിരകളുള്ള ഒരു ലായത്തിന് ഉടമയാകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് നീ നിന്റെ സ്വപ്നം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് വേറെണ്ണോ എഴുതുക, നിനക്ക് പ്രായോഗികമായിട്ട് സാധിക്കുന്നത്. അപ്പം ഇവൻ ഒരു ദിവസം വീട്ടിൽ പോയി ആലോചിച്ചു, അങ്ങനെ നീ മാറ്റി എഴുതുവാണെങ്കിൽ ഞാൻ നിനക്ക് കൂടുതൽ മാർക്ക് തരാം, നല്ല മാർക്ക് തരാം. അപ്പം വീട്ടിൽ പോയി ആലോചിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അധ്യാപകനോട് വന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വപ്നം മാറ്റി വെക്കുന്നില്ല, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, അങ്ങയുടെ മാർക്ക് പിടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങയുടെ മാർക്ക് വേണ്ട, ഞാൻ എൻ്റെ സ്വപ്നത്തെ മുറുകെ പിടിക്കുകയാണ്. ഇതാണ് കഥയുടെ ഫ്ലാഷ് ബാക്ക്. അപ്പോൾ അതിനുശേഷം ആ പയ്യൻ എന്താ സംഭവിച്ചത്? പയ്യൻ അവൻ്റെ സ്വപ്നത്തെ മുറുകെ പിടിച്ച് അവൻ്റെ ലക്ഷ്യത്തിലെത്തി. അപ്പം ഈ ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴത്തേക്ക് ആ അധ്യാപകൻ വളരെ വിവശനായിട്ട് കുറേ നേരം കരഞ്ഞു. അതിനുശേഷം അധ്യാപകൻ പറഞ്ഞത് ഇതാണ്, ഞാൻ എൻ്റെ അവിടെ പഠിച്ച ഒത്തിരി ആളുകളുടെ സ്വപ്നത്തെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഇനി മുതൽ ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല. അപ്പം കൊലപാതകം എന്നത് തോക്കോ കത്തിയോ ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന ഒന്നല്ല. നാമൊക്കെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് പലരെയും കൊല്ലാറുണ്ട്, അല്ലേ? അപ്പം നമ്മളോട് ഒരാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ, വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്ത പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യമേ അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഇങ്ങനെയല്ലേ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പം നമ്മൾ എന്താ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഒരു കൊലപാതകമാണ്. അപ്പം ഈ തോക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് അതാണ്. നാം കൊല്ലരുത് എന്ന് പറയുന്നത് തോക്കുകൊണ്ടുള്ള കൊലപാതകം മാത്രമല്ല, വാക്കുകൊണ്ടും ചിന്ത കൊണ്ടുമുള്ള കൊല്ല കൂടിയാണ്. നാം മനസ്സിൽ മറ്റൊരുവിനെ പറ്റി മോശമായിട്ട് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം കൊലപാതകം ചെയ്യുകയാണ് അവനെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് മുതൽ തീരുമാനിക്കേണ്ടത്, ഞാൻ കൊല്ലില്ല. തോക്കുകൊണ്ടും കത്തികൊണ്ടുമല്ല, വാക്കുകൊണ്ടും നാം ഇനി മുറിവേൽപ്പിക്കില്ല, വാക്കുകൊണ്ടും നാം കൊല്ലില്ല. ഇതായിരിക്കട്ടെ നമ്മുടെ ഒരു പ്രതിജ്ഞ. ഇന്നത്തെ ചിന്താവിഷയവും ആക്ടിവിറ്റിയും നിങ്ങൾക്ക്
ഇഷ്ടമായിരിക്കുന്നു എന്ന് കരുതുന്നു. പുതിയൊരു ആക്ടിവിറ്റിയും പുതിയൊരു ചിന്താവിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും പങ്കുവെക്കാം കഥകളും ചിത്രങ്ങളും നിർദ്ദേശങ്ങളും. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പഠനത്തിനും പ്രാർത്ഥനയ്ക്കുമായി പിരിയാം. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.